ഹായ്, അപ്പോൾ ഇന്ന് ട്യൂണയാണ് ഞാൻ ബേക്ക് ചെയ്യാൻ പോണത്. ഇതൊരു വലിയ പീസ് ട്യൂണയാണ്, കണ്ടില്ലേ? എൻ്റെ സെർവിങ് പ്ലേറ്റാണത്. ആ സെർവിങ് പ്ലേറ്റിൽ ഫുള്ളായിട്ട് കൊള്ളുന്ന ഒരൊറ്റ സിംഗിൾ പീസ് ട്യൂണയാണിത്. ട്യൂണ എന്ന് പറയുമ്പോൾ ചൂര. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള മസാലക്കൂട്ടുകളാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഞാനിതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടുത്ത സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്, അളവുകൾ എത്രയൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. ഇത് 1.5 കിലോൻ്റെ ഒരു പീസാണ് ഈ ട്യൂണ പീസ് കാണുന്നത്. നിങ്ങൾ എന്ന് പറഞ്ഞാൽ 200 കിലോ ഉള്ള ഒരു വലിയ ട്യൂണ, അല്ലെങ്കിൽ എന്താ പറയുക മലയാളത്തിൽ ചൂര. അപ്പോൾ 200 കിലോ ഉള്ള ആ വലിയ ചൂരയുടെ ഒരൊറ്റ സിംഗിൾ പീസാണ് ഇത്. ഇത് 1.5 കിലോ ആണ്. അപ്പോൾ 1.5 കിലോ ബേക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം? കണ്ടില്ലേ, വലിയ പീസാണ്. അപ്പം ഞാനിത് ബേക്ക് ചെയ്യാൻ പോവുകയാണ്. ആദ്യം ബേക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളെ മീൻ പൊള്ളിക്കാൻ പോകണം. മീൻ പൊള്ളിച്ചതിന് ശേഷം മീൻ പൊള്ളിച്ചതായിട്ട് നമുക്ക് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് ആ മീൻ പൊള്ളിച്ചത് വെച്ചിട്ടുള്ള 2 ഡിഷും കൂടി ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് ഉണ്ട്. എല്ലാവർക്കും അവസാനം വരെ കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ സവാള എടുത്തിട്ടുണ്ട്, ഉള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില അതൊക്കെ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പീസാണ്. ഇത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ നുറുക്കി വെക്കുന്നതിനേക്കാളും നമുക്കിതിങ്ങനെ തന്നെ പൊള്ളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ പൊള്ളിച്ചതായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. പ്രത്യേകിച്ച് ചൂര മീൻ വളരെ എന്താ പറയുക നല്ല മീനാണല്ലോ. അത് കഴിഞ്ഞിട്ട് ആ പൊള്ളിച്ച മീൻ തന്നെ വെച്ചിട്ട് 2 തരത്തിൽ കൂടി ഞാൻ, അതായത് വറക്കുകയും കറി വയ്ക്കുകയും കൂടിയും ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പൊള്ളിച്ചതിന് ശേഷം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ മീനുകളാകുമ്പോൾ നേരിട്ട് കറി വയ്ക്കുന്നതിനേക്കാളും പൊള്ളിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആവും മീനിൻ്റെ ആ മാംസം. അപ്പോൾ സവാള ഞാൻ കണ്ടില്ലേ, ഒരു വലിയ അത്യാവശ്യം വലുപ്പമുള്ള സവാള എടുത്തിട്ടുണ്ട്. ഒരു 250 ഗ്രാം ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളക്, ഇഞ്ചി, പിന്നെ ഒരു വെളുത്തുള്ളി അങ്ങനെ തന്നെ തൊലി കളഞ്ഞത്. പിന്നെ ഇതിൻ്റെ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത സ്ലൈഡിൽ അളവുകൾ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക, അളവുകൾ കറക്റ്റായിട്ട് അറിയാനായിട്ട്. നമ്മൾ ആദ്യം തന്നെ ഇത് എല്ലാതും ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അമ്മിയുള്ളവർ അമ്മിമ്മ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇനി അമ്മിയില്ലാത്തവർ മിക്സിയിൽ ചതച്ചെടുക്കണം ഈ പ്ലേറ്റിലുള്ള എല്ലാ സാധനങ്ങളും. ഇനി പൊടികളെന്ന് പറഞ്ഞാൽ കുറച്ച് ഉലുവയുടെ പൊടി എടുത്തിട്ടുണ്ട്. ഒരു അരക്കാൽ ടീസ്പൂണോളം ഉലുവയുടെ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ പെരിഞ്ജീരകം ഒരു ടീസ്പൂൺ, 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, ഞാൻ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂണെങ്കിലും എടുക്കണം, കാരണം വലിയ മീനല്ലേ. അപ്പോൾ ഇത്രയാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ വാഴയിലയിൽ മീൻ പൊള്ളിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. ഇനിയിപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് ഓവനില്ലാത്തവർ ഇതേപോലെ തന്നെ വാഴയിലയിൽ നന്നായി പൊതിഞ്ഞതിന് ശേഷം ആവിയിൽ നിങ്ങൾക്ക് വേവിക്കാം. ആവിയിൽ വേവിച്ചിട്ട് അതിന് ശേഷം നിങ്ങൾക്കത് വറക്കുകയും കറി വയ്ക്കുകയും, അല്ലെങ്കിൽ ആവിയിൽ വേവിച്ച മീൻ കഴിക്കാമല്ലോ നമുക്ക്. മീൻ പൊള്ളിച്ച് കഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഇതേപോലെ വറക്കുക, കറി വയ്ക്കുക, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. വലിയ മീൻ എപ്പോഴും ഒന്ന് പൊള്ളിക്കുക അല്ലെങ്കിൽ വേവിച്ചതിന് ശേഷം ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതെൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. ഞങ്ങളങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നാറുണ്ട്. നിങ്ങൾക്കും ഇഷ്ടപ്പെടാൻ വഴിയുണ്ട്. പിന്നെ മുളക് പൊടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ കളറ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുളക് പൊടി എടുത്തിരിക്കുന്നത്. കൂടുതൽ പച്ചമുളക് എടുത്താലും ഒരു കുഴപ്പമില്ല. ടേസ്റ്റ് കൂടുതൽ പച്ചമുളക് ഇടുമ്പോഴാണ്. അപ്പോൾ അളവുകൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ചതച്ചെടുത്തു. എൻ്റെ കയ്യിൽ അമ്മില്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിയിലാണ് ചതച്ചെടുത്തിരിക്കുന്നത്. വെള്ളം തൊടാണ്ട് വേണം ചതയ്ക്കാനായിട്ട്. ഇതിപ്പോൾ സവാളയുടെയും ഉള്ളിയുടെയും വെള്ളമാണ് കേട്ടോ, അല്ലാതെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടല്ല ചതച്ചിരിക്കുന്നത്. ഉപ്പ് ഞാൻ ചതയ്ക്കുമ്പോൾ ഞാൻ ഉപ്പ് അതിൻ്റെ കൂടെ ഇട്ടിട്ടാണ് ചതച്ചത്. അതുകൊണ്ടാണ് ഞാൻ കല്ലുപ്പ് എടുത്തത്. അപ്പോൾ കല്ലുപ്പ് എടുത്തിട്ട് അങ്ങനെ ചതയ്ക്കുമ്പോൾ പെട്ടെന്ന് ചതയ്ക്കുന്ന സാധനം പെട്ടെന്ന് ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഉപ്പ് പോരാ. അപ്പോൾ ഞാൻ കുറച്ചും കൂടിയും പൊടിയുപ്പ് ചേർക്കുന്നുണ്ട്.
ഇനി നമുക്ക് ആ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഉലുവപ്പൊടിയും പെരുംജീരകവും ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഇങ്ങനെ മീൻ പൊള്ളിച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. മീൻ പൊള്ളിക്കാനായിട്ട് കുക്കിംഗ് റേഞ്ച് ഉള്ളവർ അതിൻ്റെ അടിയിൽ വെച്ച് പൊള്ളിക്കാം. ഇനി അല്ലാതെ അടപ്പുള്ളവർക്ക് പിന്നെ ഈസിയാണ് പൊള്ളിക്കാനായിട്ട്. ഇനി അതല്ലെങ്കിൽ വലിയ ചെമ്പിൽ വാഴയിലയിൽ തന്നെ നന്നായി പൊതിഞ്ഞതിന് ശേഷം രണ്ട് വാഴയില കൊണ്ട് നന്നായി പൊതിയണേ, ഉള്ളിൽ വെള്ളം കയറാതെ. എന്നിട്ട് ആവിയിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താലും ഇതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. മീൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ വലിയ ചൂരയൊക്കെ ആകുമ്പോൾ മീനിൻ്റെ മാംസം കുറച്ച് കട്ടി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഇത് മാരിനേറ്റ് ചെയ്തിട്ട് ഞാനിത് ഇന്നിപ്പോൾ വൈകുന്നേരം വെച്ചിട്ട് നാളെയാണ് ഇത് എടുക്കുകയുള്ളൂ എന്തിന് പൊള്ളിക്കാനായിട്ട്. അതായത് ഓവർനൈറ്റ് മാരിനേഷൻ വേണം ഇതിന്. ഇത്രയും കട്ടിയുള്ള മാംസമാകുമ്പോൾ ഓവർനൈറ്റ് മാരിനേഷനാണ് ഏറ്റവും ടേസ്റ്റ് വരിക. നന്നായിട്ട് പൊതിയാണ് മാരിനേഷൻ വെച്ചിട്ട് സൈഡിലും ഫ്രണ്ടും ബാക്കും അതേപോലെ എല്ലാ സൈഡിലും പൊതിഞ്ഞു കൊടുക്കണം. ഇനി ഞാൻ വാഴല വാട്ടിയിട്ടാണ് ഇത് ചെയ്യാൻ പോണത്. അപ്പം അടുത്ത ദിവസം എടുക്കാം. ഓക്കെ, വാഴല വാട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ 2 വാഴല എടുത്തിട്ടുണ്ട്. ഒന്ന് ഒരു ഉണക്കായ വാഴലയും ഒന്ന് പച്ച വാഴല ഇതേപോലെ വാട്ടിയെടുത്തിട്ടുണ്ട്. വാട്ടിയെടുത്തിട്ട് ഞാനിത് ടിഫാലിൻ്റെ ബേക്കിംഗ് ട്രേയിലാണ് ഞാനിത് ചെയ്യണത്. അപ്പോൾ വാഴല വെച്ചതിന് ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ ബേക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മെയിൻ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ വളരെ കുറച്ച് മതി. അതാണ് ബേക്ക് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം. എന്നാൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് മീൻ കിട്ടുകയും ചെയ്യും. ഇനി മീൻ നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് പൊതിയണം. പൊതിയുമ്പോൾ നന്നായി പൊതിയുക. അതിൻ്റെ മാരിനേഷൻ പുറത്തേക്ക് വരാതിരിക്കുന്ന രീതിയിൽ വേണം പൊതിയാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 വാഴല എടുത്തിരിക്കുന്നത്. വാട്ടിയതിന് ശേഷം വേണം വാഴല യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ വാഴല പൊട്ടുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മസാലയൊക്കെ താഴോട്ട് പോരും. പിന്നെ നേരിട്ട് ഓവനിൽ വെക്കരുത്. ഓവനിൽ വെക്കുന്നവരാണെങ്കിൽ ഇതേപോലെ ട്രേയിൽ, നിങ്ങളുടെ ഓവൻ ട്രേയിലോ അല്ലെങ്കിൽ വേറെ ബേക്കിംഗ് ട്രേയിലോ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട് വെക്കാനായിട്ട്. ബേക്ക് ചെയ്യുക, ഗ്രില്ല് ചെയ്യുക, എങ്ങനെയായാലും അങ്ങനെ വേണം വെക്കാനായിട്ട്. അല്ലെങ്കിൽ മസാല ഇതേപോലെ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. നന്നായി ഒന്ന് പൊതിയട്ടെ. മീനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനായിരിക്കും ചൂര അല്ലെങ്കിൽ ട്യൂണ. ഇനി വേറെ എന്തായാലും പേരുന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് ഉണക്കായിട്ടുള്ളൊരു വാഴല എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്കത് കെട്ടാൻ നല്ല സുഖമായിരിക്കും പച്ച വാഴലേനേക്കാളും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തേത് വാട്ടിയത്. പിന്നെ ഇതുകൊണ്ട് നമ്മളൊന്നും കൂടി ഒന്ന് പൊതിയുക, നന്നായി പൊതിഞ്ഞ് കെട്ടണം. ആവിയിലൊക്കെ വേവിക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് വാഴലയുടെ തന്നെ നാരുകൊണ്ട് നന്നായി കെട്ടണം. ഇനി ഞാൻ വെച്ചു, ഓവനിൽ വെച്ചു. ഞാനിപ്പോൾ ഇത് 180-ലാണ് വെച്ചിരിക്കുന്നത്. 180-ൽ വെച്ചിട്ട് ഞാനൊരു ഏകദേശം 1 മണിക്കൂറിന് മുകളിൽ ബേക്ക് ചെയ്തു കേട്ടോ. നമുക്ക് തുറന്നു നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ബേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മീൻ പൊള്ളിക്കുമ്പോൾ മസാല ഒരിക്കലും ഡ്രൈ ആവില്ല. നല്ല ആവി വരുന്നുണ്ട്, നല്ല മണമുണ്ട്. മസാല ഡ്രൈ ആവാതെ എന്നാൽ നന്നായി വെന്ത് നമ്മളുടെ മീനിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല ഇറങ്ങിയിട്ടുണ്ടാവും. കണ്ടില്ലേ, നല്ല പാകം വേവായിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ പരിപാടി, ആദ്യത്തെ ദിവസം എന്തായാലും കഴിക്കലാണ്. ഓക്കെ, അപ്പം മീൻ ഞങ്ങൾ ഏകദേശം പകുതി ബേക്ക് ചെയ്ത്, അതായത് പൊള്ളിച്ച മീൻ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളതാണ് ഇത്.
ഈ ബാക്കിയുള്ള മീൻ നമ്മൾക്ക് കറി വെക്കണമെങ്കിൽ കറി വെക്കാം, അതേപോലെ വറക്കണമെങ്കിൽ വറക്കാം. ഇത് രണ്ട് ചെയ്താലും ഈ മീനിൻ്റെ സോഫ്റ്റ്നെസ് ഒട്ടും കുറയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ മീൻ പൊള്ളിച്ചത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ 1.5 കിലോൻ്റെ മീൻ നമുക്ക് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ കട്ട് ചെയ്തിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ല സോഫ്റ്റായിരിക്കും ഇതേപോലെ പൊള്ളിച്ചതിന് ശേഷം കറി വെക്കണതും അതേപോലെ തന്നെ വറക്കണതും അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പം ഞാനിതൊക്കെ നടത്തിയെടുക്കാൻ പോണ് ഓരോ പീസുകളായിട്ട്. വലിയ മുള്ളൊന്നും ആവശ്യമില്ലല്ലോ, അപ്പോൾ അതൊക്കെ മാറ്റാൻ പോണ്. എന്നിട്ട് ഇത് എങ്ങനെ കറി വെക്കാം, എങ്ങനെ വറക്കാം എന്നുള്ളത് നോക്കാം. ഇത്രയും വലിയ മീനൊക്കെ ഗ്രില്ല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പൊള്ളിക്കുമ്പോൾ മുഴുവൻ അപ്പം തന്നെ ചിലവാവില്ലല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അന്ന് തന്നെയോ ഇതേപോലെ തന്നെ വറക്കുകയും കറി വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് ഇട്ടു കറി വെക്കാനുള്ളത്. കുടപ്പുളി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഞാൻ ട്രേയിൽ മാറ്റി വെച്ചിട്ടുണ്ട് വറക്കാനായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചട്ടിയിലുള്ളത് ഏകദേശം ഒരു 1/2 കിലോൻ്റെ അടുത്ത് ഉണ്ടാവുമായിരിക്കും. ഇതും ഒരു 1/2 കിലോൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഒരു 1/2 കിലോളം ആയിരിക്കും ഫസ്റ്റ് ഡേ എടുത്തിട്ടുണ്ടാവുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത്, കറിക്ക് ആവശ്യമുള്ളത് കല്ലുപ്പ് ഇടുന്നുണ്ട്. വറക്കാനുള്ളതിലേക്ക് കുറച്ച് കല്ലുപ്പ് തന്നെയാണ് ഞാൻ ഇടുന്നത്. കാരണം ഓൾറെഡി നമ്മളിതിൽ ഉപ്പിട്ടിട്ടുള്ള മീനാണ്. അപ്പോൾ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഉപ്പിൻ്റെ ഒരു ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടി മാത്രം ഒരിത്തിരി കല്ലുപ്പിട്ടിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കറി വെക്കാനായിട്ട്. വറക്കാനായിട്ടുള്ളതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി വറക്കാനുള്ളതിൽ ഇട്ടിട്ടുണ്ട്. കറി വെക്കാനുള്ളതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 2 എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ആക്കാം. പക്ഷേ നമ്മൾ ആലോചിക്കണം, ഓൾറെഡി നമ്മൾ പൊള്ളിക്കുമ്പം മുളക് പൊടിയും പച്ചമുളകും ഇട്ടിട്ടുള്ളതാണെന്നുള്ളത്. ഓക്കെ, ഇനി ഞാൻ കറി വെക്കാനുള്ളതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ വേപ്പില ഇട്ടിട്ടുണ്ട്. വറക്കാനുള്ളതിലേക്കും വേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിക്കുക കറി വെക്കാനായിട്ട് ഉള്ള ചട്ടിയിൽ. അത് മീനിൻ്റെ മുകളിലേക്ക് നിൽക്കണം വെള്ളം. നമുക്ക് വറക്കാനുള്ളതൊന്ന് തിരുമിയെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് തിരുമാനുള്ളൂ. കറി അടുപ്പത്ത് വെക്കാൻ പോണ്. ഇനി ഇതിൽ കറിയിൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് തിളയ്ക്കണം, നന്നായും തിളച്ച് വറ്റണം, അത്രയേ ഉള്ളൂ. ഇനി വറക്കാനുള്ളതിന് നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ, ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. ഇനി നമുക്ക് മീൻ നിരത്തി കൊടുക്കാം. അപ്പോൾ ഈ മീൻ വറുത്ത് വരുമ്പോഴത്തേനും കറിയും ഏകദേശം ആവും. അപ്പോൾ സമയ ലാഭമുണ്ട്. മീൻ വറുത്തത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് മീൻ വറുത്തത്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.